Hello, assalamu alaikum. Welcome back to MinuzWorld. ഇന്നൊരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുവരെ ആരും ഇതൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ വീഡിയോ കാണാം. തയ്യാറാക്കാൻ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ. ആദ്യമായിട്ട് വേണ്ടത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പതുക്കെ ചൂടാക്കി എടുക്കണം കേട്ടോ. അതാ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. നിങ്ങൾക്കിനിപ്പോൾ പഞ്ചസാര ഇഷ്ടമില്ലെങ്കിൽ ശർക്കര ആയാലും മതി കേട്ടോ. ഇതുപോലെ സിറപ്പാക്കി എടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ ഒരു പാകമായിട്ട് ഉണ്ടാവുക. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഒരു നുള്ള് ഉപ്പ്, പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ. ഇത്രയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി ഇതൊന്ന് നല്ലോണം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വിസ്ക് ഉപയോഗിച്ചിട്ടോ അങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ചെറു ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറേശ്ശെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക. ഒന്നിച്ച് ഒഴിക്കരുത്, അപ്പോൾ നല്ലോണം കട്ട കുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്താൽ മതിയാവും. ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ശകലം വെള്ളമൊക്കെ കുറച്ച് എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓവർ ആവരുത്. ദോശയുടെ മാവൊക്കെ അല്ലേ, അതിൻ്റെ ഒരു പരുവാണ് ഇതിന് ആവശ്യമുള്ളത്. ഇതാ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വീഴണം. ഈ ഒരു സ്നാക്കിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇതിപ്പോൾ അരിപ്പൊടി മൈദപ്പൊടി എന്നൊക്കെ പറയണ പഞ്ചസാര ഇതൊക്കെ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ താഴെ കുഴിയുള്ള ഒരു പാത്രമാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടില്ല ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. ഇനി അഥവാ പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ കുറേശ്ശെ എണ്ണ ഇങ്ങനെ ആക്കി കൊടുത്താലും മതി. ഇത് കണ്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ കുറച്ച് ഒരു വേവിക്കാനുള്ളൊരു സമയം മാത്രമാണ് നമുക്ക് ഉണ്ടാവുക. ഇതിപ്പോൾ നമ്മൾ മാവ് അരച്ചിട്ട് വെക്കാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നു. ഷുഗർ സിറപ്പ് കൂട്ടിയിട്ട് അരിപ്പൊടി മൈദ മിക്സ് ആക്കുന്നു. അത്രയേ ഉള്ളൂ പണി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ആ വേവുന്ന സമയം മാത്രമാണ് നമുക്ക് കുറച്ച് വേണ്ടത്. അത്രയേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. കാണാനും നല്ല ലുക്കുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് തന്നെ അറിയിക്കാൻ മറക്കരുത്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കാം കേട്ടോ. ഇതുപോലെ നല്ലോണം ആരെടുത്തിട്ടുണ്ടാവും. നമ്മൾ പതുക്കെ തീയിലിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്രിസ്പിനെസ് പുറത്തും ഉണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. നമ്മൾ നെയ്യപ്പം ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം അത് വെക്കണം, ഉണ്ടാക്കിയിട്ട് ആദ്യം മാവ് കൂട്ടി വെക്കണം, അതൊക്കെ വേണം. പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് MinuzWorld. അസ്സലാമു അലൈക്കും.